നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞിനെ പോലെ എന്റെ വീട്ടിലെ കുഞ്ഞിനെ വളർത്താൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനെ ടൂ മച്ചായിട്ട് നമ്മള് ബേബി ഇൻവോൾവ് നമ്മുടെ ലൈഫ് നമ്മളിനെ ടൂ മച്ചായിട്ട് ഓപ്പൺ അപ്പ് ആക്കി കാണിക്കേണ്ട ഒരു തോട്ട് എനിക്ക് ഇടയിൽ വെച്ചൊക്കെ വന്നു. ബിക്കോസ് ടൂ മച്ച് ഓഫ് എന്താ പറയുക, അഫ്കോഴ്സ് പോസിറ്റീവ് കാര്യത്തെ പറ്റില്ല ഞാൻ പറയും, നെഗറ്റീവ് കാര്യത്തിൽ ഒരുപാട് ഒപ്പീനിയൻസ് വരും. അവന് വേണ്ടി കൈയടിക്കാൻ അവൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ചെയ്തെടുത്ത കുറെ പിള്ളേരുണ്ടാവും. അതിനൊന്നും ഈ ദേവ്ജിയെ കിട്ടില്ല. പല വീടുകളിലും പല രീതിയിലാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അപ്പോൾ ഇപ്പൊ എന്റെ തൊട്ടപ്പുറത്ത് ഞാൻ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലുള്ള ഒരാള് കൊച്ചിനെ വളർത്തുന്ന പോലെ ആയിരിക്കില്ല ഞാൻ വളർത്തുന്ന പോലെ ആയിരിക്കില്ല അവര് വളർത്തുന്നത്. ഓരോരുത്തർക്കും അവരുടേതായ രീതി. നമ്മൾ വളർന്ന സാഹചര്യം, നമ്മുടെ വീട്ടിൽ നമ്മളെ പഠിപ്പിച്ച കുറെ കാര്യങ്ങൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, പ്ലസ് ഇതിനെല്ലാത്തിനും ഉപരി ഈസ് മൈ ബേബി. ഹി കെയിം ഫ്രം ദിസ് സ്റ്റമക്ക് ഓൺലി. അപ്പൊ എനിക്ക് ഇവൻ എന്താണ് ഇഷ്ടം, എന്താ ഇഷ്ടമില്ലാത്ത, ഇവ എന്ത് കണ്ടാൽ കരയും, എന്തിട്ടാ കരയില്ല, ഇതെല്ലാം എനിക്കറിയാം. ഞാൻ എന്റെ ഇൻഡിവിജ്വലിസം കീപ്പ് ചെയ്ത് എന്റെ ഒരു ഒപ്പീനിയൻ ആണ് പറയുന്നത് എന്റെ ബ്ലോഗിനകത്ത്. അപ്പൊ അത് ഹേർട്ട് ആകുക എന്നുള്ളത്, അത് നിങ്ങൾ ഹേർട്ട് ആവേണ്ട കാര്യം. എന്നാ പിന്നെ നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർക്കും ഹേർട്ട് ആവുക ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ കമന്റ് ചെയ്യാൻ. മനസ്സിലായില്ല? അത് എന്റെ ബ്ലോഗ് മാത്രം പറയുന്നില്ല, ഈ ലോകത്ത് ആരുടെ ബ്ലോഗ് ആയിക്കോട്ടെ, നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് അടുത്ത് പറയണം എന്നുണ്ടെങ്കിൽ പറയാതിരിക്കുക. മനസ്സിലായില്ലേ? ബിക്കോസ് നമ്മൾ ആരെങ്കിലും ഹേർട്ട് ചെയ്യുന്നതൊന്നും ആദ്യം ചിന്തിക്കുക. ഇഫ് ഐ എം നോട്ട് ഹേർട്ടിങ് എനിബഡി ഇൻ ദ വീഡിയോ ലൈക് ത്രൂ ദ വീഡിയോ, നമ്മൾ വെറുതെ കമന്റ് ചെയ്യാൻ നിൽക്കാതിരിക്കുക. ഇഫ് യു കാൻ സേ എനിത്തിങ് കൈൻഡ്ലി ഡോണ്ട് സേ. അത്രേ ഉള്ളൂ. ഞാനിതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് ചോദ്യമോ അഭിപ്രായമോ ഒന്നും പാടില്ല എന്ന്. മനസ്സിലായി, ഇനി ഉണ്ടാവില്ല. നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞിനെ പോലെ എന്റെ വീട്ടിലെ കുഞ്ഞിനെ വളർത്താൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും തോന്നുന്നു എന്താ എന്റെ കുഞ്ഞിനെ പോലെ വളർത്തിയാലെന്നൊരു തോട്ട് വരും. ആ തോട്ട് റോങ് ആണ്. അപ്പൊ ഞാൻ ആ തോട്ട് എല്ലാവരും ഒന്ന് പ്രേരിപ്പിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് നാളൊന്ന് ഒതുങ്ങി നിന്നു എന്ന് മാത്രം, വേറെ ഒന്നുമല്ല.